4 ആത്മഹത്യകൾ, ഒരു ആത്മഹത്യാ ശ്രമം. എല്ലാവരും RSS BJP പ്രവർത്തകർ. ആത്മഹത്യ ചെയ്ത 2 നേതാക്കളുടെയും ആത്മഹത്യാക്കുറിപ്പിലുള്ളത് ഒരേ കാര്യം: BJP പ്രവർത്തകരെയും RSS പ്രവർത്തകരെയും തങ്ങളുടെ ഭൗതിക ശരീരം കാണാൻ അനുവദിക്കരുത്. പ്രവർത്തകരെയും നേതാക്കളെയും മരണത്തിലേക്ക് തള്ളിവിടുകയും അതേസമയം ക്രിമിനലുകൾക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുകയാണ് BJP നേതൃത്വം. RSS ശാഖയിലെ പ്രകൃതിവിരുദ്ധ പീഡനം ആരോപിച്ചാണ് RSS പ്രവർത്തകനായിരുന്ന യുവാവ് ജീവനൊടുക്കിയത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ കൌൺസിലറുമായ തിരുമല അനിൽ നേതൃത്വത്തിനെതിരെ കത്തെഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. പാർട്ടിയിലെ അഴിമതിയാണ് അനിലിനെ ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചത്. സഹായിക്കേണ്ടവർ സഹായിച്ചില്ല എന്നതായിരുന്നു അനിലിന്റെ അവസാന വാക്കുകൾ. ആരും RSS ആകരുതെന്ന അഭ്യർത്ഥന നടത്തിയിട്ടാണ് അനന്തു അജി എന്ന RSS പ്രവർത്തകനായ യുവാവ് ജീവനൊടുക്കിയത്. തനിക്കുണ്ടായ ദുരനുഭവങ്ങളെല്ലാം മരിക്കുന്നതിന് മുൻപ് വീഡിയോ ആയി റെക്കോർഡ് ചെയ്തതിനു ശേഷമാണ് അനന്തു ജീവനൊടുക്കിയത്. 2018 ഒക്ടോബർ 27 സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് തീയിട്ട RSS സംഘത്തിൽ ഉൾപ്പെട്ട പ്രകാശ് 2022 ജനുവരി 3 തൂങ്ങി മരിക്കുകയായിരുന്നു. പ്രതികളെക്കുറിച്ച് പോലീസിൽ അറിയിക്കുമെന്ന് ഭയന്ന RSSും BJPയും പ്രകാശിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി സഹോദരൻ മൊഴിയും നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ ആനന്ദ് കെ തമ്പിയുടെയും ആത്മഹത്യക്ക് ശ്രമിച്ച നെടുമങ്ങാട്ട് ശാലിനിയുടെയും വാക്കുകൾ വെളിപ്പെടുത്തുന്നത് RSS എന്ന സംഘടനയുടെ ഭീകരമുഖം തന്നെയാണ്. BJP മുൻ സംസ്ഥാന വക്താവായ MS കുമാർ താൻ പ്രസിഡന്റായ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പണം തിരിച്ചടയ്ക്കുന്നില്ലെന്നും തിരുമല അനിലിന്റെ അതേ മാനസികാവസ്ഥയിലാണ് താനെന്നും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മനുഷ്യത്വം മരവിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും പൊതുസമൂഹത്തോട് മറുപടി പറയാതെ മൗനം പാലിക്കുകയാണ് BJP നേതൃത്വം. കൊല്ലലും കൊലപാതകവും കൈമുതലായുള്ള BJP മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്നതിന്റെ ഉദാഹരണങ്ങൾ കൂടിയാണ് അടുത്തിടെ പുറത്തുവരുന്ന ഈ വാർത്തകൾ. ഫാസിസ്റ്റ് ആശയം കൈമുതലാക്കി വെച്ചിരിക്കുന്ന RSSും BJPയും ഉൾപ്പെടുന്ന സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനം ഏകാധിപത്യപരവും ജനാധിപത്യ വിരുദ്ധവും മനുഷ്യവിരുദ്ധ ശീലങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് തെളിയിക്കുന്നതാണ് അവർ തങ്ങളുടെ ഉള്ളിൽ തന്നെ നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള സ്വയം കൊലകൾ.